AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയുടെ വസതിക്ക് മുന്നിൽ ജയ് ഇസ്രായേൽ പോസ്റ്റർ. ഡൽഹി പോലീസ് എത്തി പോസ്റ്റർ നീക്കം ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്കിടെ ഒവൈസി ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എപ്പോഴാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്? എന്തായിരുന്നു പിന്നീട് നടപടി? കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്കിടയിലാണ് AIMIMന്റെ നേതാവും തീവ്ര മുസ്ലിം നിലപാട് എക്കാലവും സ്വീകരിക്കുന്ന അസദുദ്ദീൻ ഒവൈസി ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം പാർലമെന്റിനകത്ത് വിളിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒവൈസിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലെ ഈ ഗേറ്റിന് ഒരു വശത്തായി ജയ് ഇസ്രായേൽ എന്ന പോസ്റ്റർ പതിച്ചു. അതോടൊപ്പം തന്നെ ധാരാളം മഷി ഒഴിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ വസതിയുടെ ഈ അസദുദ്ദീൻ ഒവൈസി എന്ന് എഴുതിയിരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് ഉൾപ്പെടെ മഷിയിൽ മുക്കിയിരുന്നു. പിന്നീട് അത് ഡൽഹി പോലീസ് രാവിലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ വസതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ ആക്രമിക്കാറുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും വാക്കും ആ ദിശയിലാണ് പോകുന്നത്. പലപ്പോഴും രാജ്യവിരുദ്ധമായ പ്രസ്താവനകളും ഹിന്ദു വിരുദ്ധമായ മുദ്രാവാക്യങ്ങളും ഒക്കെ ഇദ്ദേഹം തുടർച്ചയായി വിളിച്ചു പറയാറുണ്ട്. എന്നാലും സത്യപ്രതിജ്ഞയ്ക്കിടയിൽ ജയ് പാലസ്തീൻ എന്ന് വിളിച്ചതിൽ വലിയ തോതിലുള്ള അമർഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ തീവ്ര മുസ്ലിം നേതാവിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തന്നെ ജയ് ഇസ്രായേൽ എന്ന പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹി പോലീസിന്റെ ഒരു വാഹനമൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഇനിയും ഇത്തരം പ്രകോപനം സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണ് എടുത്തിരിക്കുന്നത്. ഈ AIMIMന്റെ നേതാക്കൾ തുടർച്ചയായി ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തെയും പട്ടാളത്തെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും വെറും 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് അസദുദ്ദീൻ ഒവൈസിയും കൂട്ടരും. ഒപ്പം തസ്ലീമ നസ്രീനെ പോലെയൊക്കെയുള്ള ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ മോശം സാഹചര്യത്തെ തുറന്നു കാണിച്ച ഒരു വനിതാ എഴുത്തുകാരിയെ ഹൈദരാബാദിൽ പരസ്യമായി കയ്യേറ്റം ചെയ്ത സംഘടനയാണ് AIMIM. അതിനാൽ ഇദ്ദേഹം എപ്പോഴും ഒരു വിവാദങ്ങളുടെ നായകനാണ്. അതിനാലാണ് ഇദ്ദേഹത്തിന്റെ വീടിന് നേരെ പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.